ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മെയ്ഡ് ബൈ അരുന്ധതി. ഇന്ന് നമുക്ക് ടേസ്റ്റി ആയിട്ട് രസഗുള ഉണ്ടാക്കാം. അതിനാദ്യം ഒരു കവർ പാല് ഒന്ന് പിരിച്ചെടുക്കണം. പാല് പിരിച്ചെടുക്കാനായിട്ട് പാല് തിളയ്ക്കുമ്പോഴേക്കും അതിലേക്ക് വിനീഗർ കുറച്ച് കുറച്ചായിട്ട് ആഡ് ചെയ്ത് പാലിനെ പിരിച്ചെടുക്കണം. ഞാൻ ഡൈല്യൂട്ടഡ് വിനീഗർ ഒഴിച്ചപ്പോഴേക്കും പാല് നേരെ പിരിഞ്ഞ് കിട്ടിയിരുന്നില്ല. പിന്നെ ഞാൻ കോൺസെൻട്രേറ്റഡ് വിനീഗർ ഒഴിച്ചപ്പോഴാണ് പാല് നേരെ പിരിഞ്ഞ് വന്നത്. പാല് നന്നായിട്ട് പിരിഞ്ഞ് ഇതുപോലെ ആകുമ്പോഴേക്കും ഇതിലെ വെള്ളം അരിച്ച് മാറ്റണം. അതിനായിട്ട് ഇതുപോലെ അരിപ്പോ വൃത്തിയുള്ള കോട്ടൺ തുണിയോ യൂസ് ചെയ്യാം. അരിച്ച് കഴിയുമ്പോഴേക്കും അതിലേക്ക് കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇങ്ങനെ ചെയ്യുന്നത് വിനീഗറിൻ്റെ ടേസ്റ്റ് മാറാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് അതിലെ വെള്ളം മുഴുവനായിട്ട് പോകുന്നത് വരെ വെയിറ്റ് ചെയ്യണം. അതിലെ വെള്ളം മുഴുവനായിട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ കൈപ്പത്തി വെച്ച് അത് നന്നായിട്ട് കുഴച്ച് കട്ടകളൊക്കെ മാറ്റിയെടുക്കണം. എന്നിട്ട് കുറച്ച് മൈദയും കൂടി അതിലേക്ക് ആഡ് ചെയ്ത് വീണ്ടും അതേപോലെ മിക്സ് ചെയ്ത് കട്ടകളൊക്കെ മാറ്റി നല്ല സ്മൂത്ത് ആയിട്ടൊരു ഡവാക്കി സൈഡിലേക്ക് മാറ്റി വെക്കുക. ഈ സമയം മറ്റൊരു പാനിൽ 2.5 കപ്പ് വെള്ളവും 1/2 കപ്പ് പഞ്ചസാരയും കൂടി നമുക്ക് തിളപ്പിക്കാൻ വെക്കാം. പഞ്ചസാര അലിഞ്ഞു വരുന്ന സമയം കൊണ്ട് നേരത്തെ കുഴച്ച് വെച്ച മാവിൽ നിന്നും ആവശ്യമുള്ള സൈസിൽ ബോൾസ് ആക്കി എടുക്കണം. ഞാനിവിടെ ചെറിയ ബോൾസ് ആണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്ക് 1 കവർ പാലിൽ നിന്നും 8 ബോൾസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ബോൾസ് ആക്കുന്ന സമയവും ഇടയ്ക്കിടയ്ക്ക് പഞ്ചസാര പാനി ഇളക്കി പഞ്ചസാര നന്നായിട്ട് അലിയിച്ചെടുക്കണം. ബോൾസും കുഴയ്ക്കുമ്പോൾ നല്ല സ്മൂത്ത് ആയിട്ട് കുഴച്ചെടുക്കണം. ക്രാക്സ് ഒന്നും വരരുത്. പഞ്ചസാര പാനി നന്നായിട്ട് തിളച്ച് കഴിയുമ്പോഴേക്കും നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബോൾസിനെ അതിലേക്ക് ഇട്ട് കൊടുത്ത് 5 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കണം. അടപ്പ് തുറന്നു കഴിഞ്ഞാൽ പഞ്ചസാര പാനി വറ്റുന്നത് വരെ നമ്മൾ തുറന്നു വച്ച് വേവിക്കണം. ഈ സമയം വേണമെങ്കിൽ രസഗുള പൊടിഞ്ഞു പോകാതെ നമുക്ക് തിരിച്ചൊക്കെ ഇട്ട് കൊടുക്കാം. ഇതിനെ തണുപ്പിച്ച് കഴിക്കുമ്പോഴേക്കും നമ്മുടെ രസഗുളയുടെ ഉള്ളിൽ പഞ്ചസാര പാനി നന്നായിട്ട് അബ്സോർബ് ആയിട്ടിരിക്കും. ഇത്രയൊക്കെ വറ്റുമ്പോഴേക്കും നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് ഇതിനെ സെർവ് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്.